ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഒരുപാട് ആളുകളുടെ സന്തോഷവും വിജയവും സമാധാനവും ഇതെല്ലാം തടഞ്ഞു നിർത്തുന്ന ഒരു മേജർ ഫാക്റ്റ് ഉണ്ട്. അതെന്താണെന്നറിയോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അതുപോലെ തന്നെ മറ്റൊരു മേജർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ. മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ചില ആൾക്കാർ അവരുടെ ലൈഫിൽ ജോലിയുടെ കാര്യത്തിൽ സക്സസ്സിലെത്തും, അതുപോലെ തന്നെ ഗ്രോത്തിന്റെ കാര്യത്തിൽ സക്സസ്സിലുണ്ടാവും. നമ്മുടെ കൂടെയുള്ള ഒന്നും പഠിക്കാത്ത ഫ്രണ്ട്സ് നല്ല നിലയിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യത്തിലും സക്സസ്സിലെത്തിയവരുണ്ടാവും. അവരെക്കാളും നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എവിടെ എത്താൻ പറ്റില്ല. എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് എന്തുകൊണ്ട് എവിടെ എത്താൻ പറ്റിയില്ല. ഈ തരത്തിലുള്ള ഇമോഷൻസും ഫീലിങ്സും തോട്ട്സും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ടല്ലേ. സാധാരണ നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പലരും പറയും, നിന്റെ പ്രായത്തിലുള്ള ആളല്ലേ, ഇപ്പം അവരവിടെ എത്തിയില്ലേ, അങ്ങോട്ട് നോക്ക്, ഇവരിങ്ങനെ ആയില്ലേ, ഇങ്ങോട്ട് നോക്ക് എന്നുള്ള പല കാര്യങ്ങളും നമ്മളെ അടുത്ത് പറയാറ്. എല്ലാവരുടെ ലൈഫിലും സക്സസ് ആവേണ്ട ഒരു പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സമയത്തിനായി നിങ്ങളെ സമയമാവുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ചില ആളുകൾ 22-ാം വയസ്സിൽ ഗ്രാജുവേഷൻ നേടും, പക്ഷെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ചില ആളുകളോ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാവും. നമ്മൾ എന്ത് ചെയ്യുക? സ്വയം കുറ്റപ്പെടുത്താണ്ട് നമ്മുടെ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൊസൈറ്റി എപ്പോഴും സക്സസ് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, സക്സസ് ഇതായിരിക്കും എന്നുള്ളത് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു തീരുമാനമുണ്ട്, അതിനുള്ള ത്രാണിയുണ്ട്, അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, അതിനുള്ളൊരു മൈൻഡ് പവർ ഉണ്ട്. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടല്ലോ, അത് കൃത്യമാക്കുക, കറക്റ്റ് ആക്കുക. അപ്പോൾ ആ സമയത്ത് പറയാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു റൈറ്റ് ടൈം ഉണ്ട്, എൻ്റെ ദൈവം എന്നെ റൈറ്റ് ടൈമിൽ എൻ്റെ ആഗ്രഹത്തിൽ കൊണ്ടെത്തിക്കും, എനിക്കെന്നിൽ 100% വിശ്വാസമുണ്ട്. ഈ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻസ് കൊടുക്കുക. ഒരു തരത്തിൽ നമ്മളെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക. ആരുമായിട്ടും നമ്മളെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോവുകയും ചെയ്യരുത്. കാരണം അവർക്കുള്ളേക്കാളും ഒരുപാട് കഴിവുകൾ കാര്യങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ പലരും അവരവരുടെ കഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കാതെ സ്വയം കുറ്റപ്പെടുത്തി അവരവരുടെ കൂടെ നിൽക്കാതെ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സക്സസ്സിൽ എത്താത്തത്, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനൊന്നും നമുക്ക് കഴിയാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്വയം കുറ്റപ്പെടുത്താണ്ട്, സ്വയം ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ള തോട്ട് കാര്യം മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്ട്, മറ്റുള്ളവർ എവിടെ എത്തിക്കോട്ടെ, പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്, അതിക്ക് ഫോക്കസ് കൊടുക്കുക, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളെ കുറ്റപ്പെടുത്താണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ പുറത്തു വരുന്നതാണ്. അപ്പോൾ ഒരു തരത്തിലും ആരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകരുത്. മറ്റൊരു വ്യക്തി ഇന്ന പൊസിഷനിൽ നിൽക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആവാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു തരത്തിലും ആ തോട്ട്സ് കൊടുക്കരുത്. നാട്ടുകാർ പലതും പറയും, പാരൻസ് പലതും പറയും, പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടേത് മാത്രമാണ്. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, ഇനി നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരിക്കണം. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ മാത്രം സ്വപ്നമാണ്. നമ്മുടെ അബ്ദുൽ കലാം സർ പറഞ്ഞതുപോലെ, നമ്മൾ ഉറക്കത്തിൽ കാണുന്നതായിരിക്കില്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ സ്വപ്നം ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ളൊരു ധാരണയിലെത്തുക. അതിന് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ടോ, അതിന് കഠിനാധ്വാനം ചെയ്യാൻ റെഡി ആയിരിക്കുക. സക്സസ്സിലെത്തുക. പൂർണ്ണ ഹൃദയത്തോട് കൂടിയിട്ട് നന്ദി പറയുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒന്നുകൂടെ നേരുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരുടെ കൂടെ ഉണ്ടാവട്ടെ.